ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനല്ലേ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പഴയ എൻ്റെ മുടിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായി. അപ്പോൾ ഇത്ര പോരെ മുടി ഉണ്ടായിരുന്നു. പിന്നെ അത് വേണമെങ്കിൽ അഹങ്കാരം എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലോങ് ഹെയർ ആവുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ഹെയർ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അസൂയമില്ലേ, അവർക്ക് നല്ല സുഖമല്ലേ, കാണാൻ നല്ല രസമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി. പക്ഷെ ഇപ്പോൾ അതിനേക്കാളും വളർന്നു. പക്ഷേ മുമ്പത്തെ പോലെ പ്രോപ്പറായിട്ട് നമ്മൾ താളിയൊക്കെ തേക്കൂലേ, വീട്ടിലുണ്ടാകുന്ന സമയത്ത് അമ്മയെല്ലാം താളിയാക്കി തരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. താളിയാക്കി തന്നത് തേക്കാനല്ലേ പണിയല്ലോ. അതും മടിയായിരുന്നു ആ സമയത്ത്, എന്നാലും അപ്പം അതൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു ചകിരി പിടിച്ച പോലത്തെ മുടി മാറിയിട്ട് കുറച്ച് നല്ല സ്മൂത്താവും, പിന്നെ നല്ല ഉള്ളിലെ പോലെ തോന്നും. അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങളുണ്ട്. സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തൂടാ, ആഴ്ചയിൽ ഒരു വട്ടം, ആദ്യം ഒരു വട്ടം 2 വട്ടമൊക്കെ ചെയ്യാം. ആഴ്ചയിൽ 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കാണ് നല്ല റിസൾട്ട് ഉണ്ടാവും. വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടും. എനിക്ക് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. ഇത് ഇത്ര പോരെയുള്ള മുടിയുള്ള ആൾ. ഇപ്പം എനിക്ക് കാണിച്ചു തരാം കേട്ടോ മുടി കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം ഏകദേശം ഇത്ര പോരായി. അത് പിന്നെ കുറച്ച് കേളി ആയതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ല നീളം കാണും. മറ്റേ ചെല്ലം ഇങ്ങനെ പൊങ്ങി കിടന്ന് കിട്ടും, അപ്പം നീളം കാണൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളുണ്ടാക്കുന്ന ഹെയർ പാക്കിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ തല നന്നായിട്ട് ഓയിൽ ചെയ്ത് മസാജ് ചെയ്ത് നോക്കണം. 1 മണിക്കൂർ ശേഷം ഇത് പുരട്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക, 20 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മസാജ് ചെയ്യാം. ആദ്യം ഇങ്ങനെ ചെയ്യാം. 2 സൈഡിലേക്ക് ഇടാം. ഇതിലെടുക്കാം. ഇത് എൻ്റെ മുടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ഓയിലിട്ടാലും അറിയില്ല. ഇങ്ങനത്തെ മുടിയായിട്ടുള്ള പ്രശ്നമാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇതിനാകെ വേണ്ടുന്നത് 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒന്ന് മുട്ടയുടെ മഞ്ഞ വേണ്ട, അതൊരു സ്മെല്ല് വരും. വെള്ളം മാത്രം മതി. പിന്നെ ഒരു പഴുത്ത് ആവശ്യമായ ഒരു പഴം. നമ്മൾ വീട്ടിലും ഇപ്പം ബാക്കി വരുന്നില്ലേ, ഇപ്പോൾ 1 കിലോ പഴമെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ 2-3 ദിവസം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കറുത്ത് വരില്ലേ, ആ പഴമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാനിത് മുറിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായി, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഇതിൻ്റെ കളറെല്ലാം ആകെ ശോചിച്ചു. ഇതാണ് നമുക്ക് വേണ്ടത്. മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മുട്ട പൊട്ടിച്ചാലല്ലേ, ഞാനിപ്പം ഒറ്റ കയ്യിലാണ് വീഡിയോ പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അതിൻ്റെ മഞ്ഞ ഇടാൻ പാടില്ല. അയ്യോ, ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്കായി. ഇല്ല, കുഴപ്പമില്ല. മഞ്ഞ എടുക്കാണ്ട് വെള്ളം മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി നന്നായി ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കൈയോട് സാഹസികമായി ചെയ്തുകൊണ്ടായിരിക്കാം അത് ഫ്ലോപ്പായില്ല. എന്നാലും എൻ്റെ ഇതിന് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ. ഈ മുട്ടയുടെ വെള്ളയും പഴുത്ത പഴം കൂടി മിക്സിയിലിട്ട് അടിക്കാം. വേണമെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഇടാം കേട്ടോ. മുടി ഭയങ്കര ഡ്രൈ ആവുന്നവർക്ക് വെളിച്ചെണ്ണ ഇടാം. കുറേ മുടിയുള്ളവർക്ക്, അതായത് നീളം നല്ലോണം
കൂടുതലെല്ലാം മുടിക്കാറില്ല. അവർക്ക് ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ വേണ്ടി വരും. എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ചെറിയ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ലേ. വേണം ഒരു പഴമൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിതിൽ ഓയിൽ കൂട്ടിയില്ല. എൻ്റെ മുടിക്ക് ഓയിൽ തേച്ചില്ലേ, അത്ര